ഹായ് ഗൈസ്, മല്ലു കോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിയോ ഇഗോസ്റ്റിക് ലീഗിന്റെ പാർട്ട് 4 ആണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി 3 പാർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ബയോയിലും കൊടുക്കാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ പുതിയൊരു മാച്ച് കാണിച്ചുകൊണ്ടാണ്. ഈ മാച്ചിൽ PXG വേഴ്സസ് ഊബേഴ്സ് ആണ്. PXGയിൽ നമ്മുടെ റിന്നോയും ഷിദോയും ഉണ്ട്, ആൻഡ് ഊബേഴ്സിൽ നമ്മുടെ കിങ് ബാറോയും ഉണ്ട്. അങ്ങനെ ഈ കളിയിൽ PXG ജയിക്കുന്നുണ്ട് 3-2. ആൻഡ് ഈ കളി കഴിഞ്ഞതിന് ശേഷം അടുത്തത് വരാൻ പോകുന്നത് മാസ്റ്റർ മൂഷൻ വേഴ്സസ് മാൻഷൻ സിറ്റിയാണ്. ആൻഡ് ഈ മാച്ച് നടക്കാൻ വേണ്ടി ഇനി 10 ദിവസം കൂടിയും ബാക്കിയുണ്ട്. ആ 10 ദിവസത്തിനുള്ളിൽ ഇവർക്ക് എങ്ങനെയാണ്, അതായത് ഇവരുടെ പോയിന്റ് എങ്ങനെയാണെന്നൊക്കെ എല്ലാം വന്ന് നമ്മുടെ ഈഗോ വന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിന്നാണ് ബ്ലൂ ലോക്ക് റാങ്കിങ്ങിൽ റിന്നാണ് ഫസ്റ്റ് നിൽക്കുന്നത് 36 മില്യണിൽ. അതായത് ഇത് ബ്ലൂ ലോക്കിന്റെ മാത്രം പ്ലേയേഴ്സാണ്. ഇസാഗിക്ക് 5th പ്ലേസും 9th പൊസിഷനിൽ ആര്യമാണ്. പിന്നെ അതായത് നമ്മുടെ നാഗിയുടെ ഒന്നും കളി ഇതുവരെ ആയിട്ടില്ല. അവരുടെ അടുത്ത് വരാൻ പോകുന്ന കളിയാണ് ഇസാഗിയുടെ ടീമായിട്ട്. അപ്പോൾ നാഗിയും ചിഗിരിയൊക്കെ ആലോചിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് കളി കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെയൊക്കെ റാങ്കിങ് എങ്ങനെയായിരിക്കും എന്ന് നാഗിയും ചിഗിരി അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് നമുക്ക് 10 ദിവസം മുന്നേ ഉള്ളതാണ് കാണിച്ചിരുന്നത്. നമ്മുടെ നാഗിയും ചിഗിരിയും എല്ലാവരും ആ ടീമിൽ ജോയിൻ ചെയ്യുന്ന ടൈമിലുള്ളതാണ് കാണിച്ചിരുന്നത്. അവരുടെ മാസ്റ്ററിനെ അവർ അതായത് മീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ടീം ഇംഗ്ലണ്ട് ബേസ്ഡാണല്ലോ, ഇംഗ്ലണ്ടിന്റെ മാൻച്ചസ്റ്റർ സിറ്റി ആണല്ലോ, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റിപ്പ് ഓഫ്. അങ്ങനെ ഈ ട്രെയിനിങ് പീരീഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ മെയിൻ സ്ട്രൈക്കർ ആയിട്ടുള്ള പ്രിൻസ് വന്നിട്ട് എല്ലാവരുടെയും ബോഡിയാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇംഗ്ലണ്ട് അതായത് ഫിസിക്കൽ എബിലിറ്റിയിലാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ മെയിൻ സ്ട്രൈക്കർ ആയിട്ടുള്ള പ്രിൻസ് വന്നിട്ട് എല്ലാവരുടെയും ഫിസിക്കൽ എബിലിറ്റീസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അത് അവരുടെ ബോഡി എത്രത്തോളം ഫിറ്റ് ആണ് അതൊക്കെയാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ എല്ലാ ഫിസിക്കൽ എബിലിറ്റീസ് നോക്കിയതിന് ശേഷം ഈ മെയിൻ സ്ട്രൈക്കർ അതായത് പ്രിൻസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഇതും വെച്ചിട്ട് നിങ്ങൾ, അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള ഫിസിക്കൽ എബിലിറ്റീസും വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇത്ര ദിവസം കളിച്ചത് ഒരു ലക്ക് പോലെയല്ല, അതൊരു കേഴ്സ് പോലെയാണ്. അതായത് നിങ്ങളിപ്പോൾ ഇത്ര ദിവസം കളിച്ചു, നിങ്ങൾ ഈ ഫിസിക്കൽ എബിലിറ്റീസ് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾ കളിച്ച് നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ പോലും ഇനി നിങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിഗിരി എടുക്കാം. ചിഗിരിക്ക് ഭയങ്കരമായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. ആ ചിഗിരി തന്നെ അതായത് ചിഗിരിയുടെ അപ്പർ ബോഡി ചിഗിരി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിഗിരിക്ക് പിന്നെ ആ റണ്ണിങ് സ്ലോ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിഗിരിക്ക് എന്താ വർക്കൗട്ട് ചെയ്യേണ്ടത്? ചിഗിരിയുടെ അതായത് ലോവർ ബോഡിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതായത് ഓരോ പ്ലേയേഴ്സിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് പോയിന്റ് ഉണ്ടാവും. ആ സ്ട്രെങ്ത് പോയിന്റ് ആണ് അവർ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ മാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടീസ് ഒന്നും ചെയ്യാണ്ടിരുന്നിരുന്ന നാഗി പോലും ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടീമിനെ കാണിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ കളിക്കുന്ന പോലെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. സ്ട്രൈക്കറായിട്ട് എങ്ങനെയും ആ ടീമിൽ നമ്മൾ ടോപ്പ് 11 നമ്മൾ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് യുക്കീമിയനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലൂ ലോക്ക് അണ്ടർ-20 കളിച്ചിരുന്ന യുക്കീമിയക്ക് ഇതുവരെ കളിക്കാൻ സ്വന്തമായിട്ട് പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. കാരണം ഇതിൽ പ്ലേയേഴ്സിന്റെ പേര്, യുക്കീമിയുടെ പേര് ഈ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് പക്ഷേ ഇസാക്കിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇസാക്കിയുടെ പേര് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സ്പോൺസേഴ്സ് ഉണ്ടല്ലോ, ആ സ്പോൺസേഴ്സിന് ഡിസിഷൻ ഉണ്ടായിരുന്നു. അതായത് ബ്ലൂ ലോക്ക് വേഴ്സസ് അണ്ടർ-20 മാച്ച് നടന്ന ടൈമിൽ ആരാണോ സ്പോട്ട്ലൈറ്റ് വിൻ ചെയ്തത് അവനെ എന്തായാലും കളിപ്പിക്കണം എന്നുള്ള സ്പോൺസേഴ്സിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് കാരണം ഇസാക്കി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതും പറഞ്ഞിട്ട് ഇസാക്കിയുടെ ഇടയിൽ യുക്കീമയുടെ ഇടയിൽ ഭയങ്കര അടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൈസർ വന്നിട്ട് വരെ ഊക്കി വിടുന്നുണ്ട്. അതിൻ്റെ കൈസർ അവിടെ തിരിച്ചു പോകുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നമുക്ക് യുക്കീമിയുടെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അതായത് യുക്കീമിയുടെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുക്കീമിയുടെ വിഷൻ കുറഞ്ഞു വരും. അതായത് യുക്കീമിയുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് ബ്ലൈൻഡ് ആവുന്നതിന് മുന്നേ തന്നെ യുക്കീമിക്ക് വേൾഡിലെ ടോപ്പ് ബെസ്റ്റ് സ്ട്രൈക്കർ ആവണം എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റിലാണ് യുക്കീമിയ നടക്കുന്നത്. ആൻഡ് അതിനുശേഷം 10 ദിവസം ട്രെയിനിങ്ങിൽ കഴിഞ്ഞു പോവാണ്. അത് 10 ദിവസം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം റെഗുലർ അനൗൺസ് ചെയ്യാണ്. റെഗുലർസിൽ ആരൊക്കെ ഉണ്ടെന്ന് നെക്സ്റ്റ് മാച്ചിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് മാച്ച് നടക്കാൻ പോകുന്നത് മാൻഷൻ സിറ്റിയുടെ അടുത്താണ്. കുനിഗാമയുണ്ട്, ഇസാഗിയുണ്ട്, കൊറോണ ആൻഡ് യുക്കിമിയുണ്ട്, പിന്നെ ഗഗാമാരുണ്ട്, ഗോൾ കീപ്പർ ആയിരുന്നില്ല. ഇവരെല്ലാം കൂടിയാണ് നെക്സ്റ്റ് മാച്ച് വരാൻ പോകുന്നത്. നെക്സ്റ്റ് മാച്ച് ഭയങ്കര OP ആയിട്ട് കളിക്കാൻ പോകുന്ന മാച്ചാണ്. ഇസാഗി മാത്രമല്ല, ഇസാഗിയും കളിക്കും, അതുപോലെ തന്നെ നാഗിയും അടിപൊളിയായിട്ട് കളിക്കും. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.